വിദ്യാഭ്യാസം മുതലാകുന്നത് എപ്പോഴാണ്? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് മറുപടി പറയുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, എന്ത് കോഴ്സാണോ പഠിക്കുന്നത് ആ കോഴ്സ് സമയബന്ധിതമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ആ പഠിച്ച മേഖലയിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുമ്പോഴാണ് വിദ്യാഭ്യാസം മുതലായെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതേപോലെ എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഒരാൾ ഒരു കോഴ്സ് പഠിച്ചു, പാസ്സായി. അത് പാസ്സായതിനു ശേഷം ജോലി കിട്ടി, ജോലിയിൽ നിന്ന് ആദ്യത്തെ ശമ്പളം കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ശമ്പളം കിട്ടുമ്പോൾ ആ പോകുന്ന പോക്കിൽ എവിടെയോ ഒന്ന് ഒരു തട്ടൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒന്ന് ഓർമ്മിച്ചു. വളരെയധികം സന്തോഷം. ആ സന്തോഷത്തിൻ്റെ പേരിൽ അദ്ദേഹം എനിക്ക് അയച്ചു തന്നൊരു ഗിഫ്റ്റാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരാളുടെ കുടുംബം ഒരാൾ രക്ഷപ്പെട്ടാൽ അയാളുടെ കുടുംബം രക്ഷപ്പെടുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടി. ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റിലേക്ക് അദ്ദേഹത്തെ അതിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നത്, ഈ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ട കാര്യമാണോ? നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് നമ്മളൊരു എക്സാമിന് പോയി എഴുതി ആ എക്സാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ലേ പൊതുവെ ആഘോഷിക്കേണ്ടത്. ഇനി എക്സാം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് ആഘോഷിക്കേണ്ടതുണ്ടോ? എക്സാം കംപ്ലീറ്റ് ചെയ്ത് ദെൻ നെക്സ്റ്റ് ലെവൽ നമ്മൾ എന്താണോ, നമ്മുടെ പർപ്പസ് എന്താണോ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അല്ലാതെ ഓരോ പേപ്പറിനെയും ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം ന്യൂ ജെൻ അല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയാണ് നമ്മൾ ഇപ്പോഴൊക്കെ കുട്ടികളെ ഡീൽ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാം ആഘോഷിക്കപ്പെടേണ്ടെന്നുള്ള തോന്നലുണ്ടാവും. പക്ഷേ തുടങ്ങി വെച്ച ലക്ഷ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ പാതി വഴിയിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ബാക്കി നിങ്ങൾ പറ.